വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തെല്ലാം എല്ലാവരും വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അനിയത്തിൻ്റെ അടുക്ക ഷാർജയിൽ വന്നിട്ടുണ്ട്. സോ ഐ തോട്ട് വൈ നോട്ട് മേക്ക് എ ഹോം ടൂർ. നമ്മൾ ഇനീഷ്യലി ഞാൻ ദുബായിൽ വന്നപ്പോൾ ദിസ് വാസ് മൈ ഫസ്റ്റ് ഹോം ആൻഡ് ദിസ് സ്റ്റിൽ വിൽ ബി മൈ ഫസ്റ്റ് ഹോം ഹിയർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീട് നിങ്ങൾക്കും കാണിച്ചു കൊടുക്കണം, ബിക്കോസ് ഐ നോ സോ മെനി ഓഫ് യു ലവ് ആർ ഹോം ടൂർ സീരീസ്. സോ കം വിത്ത് മീ. അപ്പോൾ നമ്മൾ ഈ വീട് വന്നിരിക്കുന്നത് മുവേല കൊമേഴ്ഷ്യലിലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു വർഷം മുന്നേ എങ്ങാനും ഇവർ ഷിഫ്റ്റ് ചെയ്തതാണ്. സോ ഇറ്റ് ഹസ് ബീൻ എ ലോങ്ങസ്റ്റ് ടൈം ഇവരിവിടെ. അപ്പം ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി വെരി സ്പേഷ്യസ് റൂം. നമ്മൾ ദുബായിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇവിടെ മറ്റെന്താണ് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുള്ളൊരു വീടാണെന്ന്. ആൻഡ് യു ക്യാൻ ആക്ച്വലി സീ ദ ഡിഫറൻസ്. ഇപ്പം നമ്മളെ വീട് കണ്ട ആൾക്കാർക്ക് അറിയാം ഇവിടെ വിശാലമായ ഒരു എന്താ പറയുക ഒരു ഹോള് തന്നെയുണ്ട്. ഈ എൻറ്റയർ ഹോൾ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മളെ ദുബായിലുള്ള വീട്. ബട്ട് എനിവേസ് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്കും ആദ്യക്കും നമ്മളെ വർക്ക് ദുബായിലായിരുന്നു. അപ്പൊ നമ്മുടെ കമ്മ്യൂട്ട് വാസ് ലൈക്ക് ഒരു ദിവസം ഓൾമോസ്റ്റ് ഒരു 4 hours നമ്മൾ റോഡിൽ തന്നെയായിരുന്നു. അപ്പോൾ ദാറ്റ് ഇസ് ദ റീസൺ വൈ വി ഷിഫ്റ്റഡ്. പക്ഷെ അച്ഛനും അനിയത്തി ഇപ്പോഴും ഇവിടെയാണ്. സോ വി കം ഹിയർ ഓൺ വീക്കെൻഡ്സ്. ഇനി കമ്മിങ് ബാക്ക് ടു ദ ഹോം, നമുക്ക് എൻട്രൻസ് നേരെ വരുമ്പം വി ഹാവ് ദിസ് ബിഗ് ബ്യൂട്ടിഫുൾ ഹാൾ. ഇതൊരു എന്താ പറയാ നമ്മളെ തനി നാടൻ തൃശ്ശൂര് വീട് പോലെ തന്നെയാണുള്ളത്. അതിന്റെ ഓരോ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഫസ്റ്റ് എൻട്രൻസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ വി ഹാവ് എ സ്മോൾ പൗഡർ റൂം. ആൻഡ് ഇത് എൻ്റെ ലൈറ്റ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ലൈറ്റ് ഭയങ്കര കുറവാണ്, നാച്ചുറൽ ലൈറ്റ് വരുന്നത് ഭയങ്കര കുറവാണ്. സോ പക്ഷെ എനിവേസ് നമ്മൾ കയറി വരുമ്പം തന്നെ വി ഹാവ് എ പൗഡർ റൂം. സോ ഒരു കുട്ടി പൗഡർ റൂം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഷൂ ക്യാബിനറ്റ് ഉണ്ട്. അത് നമ്മൾ എന്താ പറയുക കുറച്ചൊരു നാട്ടിൽ നിന്നല്ല നമ്മൾ തിരിച്ചു തന്നതല്ലേ. പക്ഷെ നാട്ടിൽ നിന്നല്ല വന്ന് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു പച്ചപ്പും ഹരിതാപൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളല്ല, അച്ഛൻ ഞാൻ വരുന്നതിന് മുമ്പേ ഈ വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വി ഹാവ് ദിസ് റൗണ്ട് ഡൈനിങ് ടേബിൾ. ഇതിന്ന് ഫുഡ് കഴിക്കുന്നത് അച്ഛൻ മാത്രമാണ്. അച്ഛനും ആദ്യം ഇവിടുന്ന് കഴിക്കും. ഞാനും അനിയത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഈ സോഫ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു തനി തൃശ്ശൂർക്കാരന്റെ വീട് പോലെയാണ് നമ്മൾ ഈ വീട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏതാനയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ആനാസ് ഇൻ ആർ ഹൗസ്. നമ്മളെ നാട്ടിലത്തെ വീട്ടിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് അവിടെ ഒരു ആനയുണ്ട്. ഇവിടെ നമുക്ക് അത്രയും വലിയൊരു ആനനെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ടോണം പോലെ നമ്മൾ രീതിക്ക് നമുക്കൊരു ആനയുണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിന്റെ അന്നത്തെ കാലത്തുള്ള കലാവിരുതായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പം വി ക്യാൻ സീ ദിസ് ആടുന്ന ഒരു കസര. ഇതിങ്ങനെ ആടും, പക്ഷെ ഇപ്പൊ ഇവിടുന്ന് ആരും അങ്ങനെ ആടിയിട്ടൊന്നും ഇരിക്കലില്ല. കുറച്ച് പഴയതായി, അവിടെ ഇവിടേക്ക് ഇതിന് പൊട്ടലും ചീറ്റിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു പഴയ ഫേർണിച്ചേഴ്സ് എപ്പോഴും നമുക്കൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു കംഫർട്ടാണല്ലോ. സോ ദിസ് ഇസ് സ്റ്റിൽ ഹിയർ. ഇത് നമ്മളിങ്ങനെ എന്താ പറയാ ഷൂവും ചെരുപ്പൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇടും. പിന്നെ ദിസ് ഇസ് മൈ സാഷ ആൻഡ് കൊക്കോയുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ദിസ് കം ആൻഡ് സിറ്റ് ഹിയർ. ഇപ്പോഴും അവരുടെ മുടിയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ദേ ആർ മോസ്റ്റ്ലി ഹിയർ. പിന്നെ ഇവിടെ ഒരു 3 seaters, 3 seater എന്നാണോ പറയാ, 3 കട്ടയുള്ള സോഫ ഉണ്ട്. അതിന്റെ വേർഡ് എന്താണെന്ന് കാരണകൂടാ. പിന്നെ നമ്മൾ മലയാളികൾക്ക് യൂഷ്വലി ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതൊന്നും എത്ര AC ഉണ്ടില്ല, ഫാനിന്റെ കാറ്റില്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. സോ ഈ ഹാവ് ഫാൻ ഹിയർ, എസ്പെഷ്യലി ഇപ്പൊ ചൂടായതുകൊണ്ട് ദിസ് ഇസ് വെരി വെരി എസെൻഷ്യൽ. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ സാഷയും കൊക്കോനെ നമ്മൾ ഇവിടെ അവിടെ എല്ലാം ആയിട്ടാണ് വളർത്തുന്നല്ല എന്താണ് അവര് എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പം ഇത് അവരുടെ സ്ക്രാച്ച് പോസ്റ്റ് ആണ്, വിച്ച് ഇസ് റെയർലി യൂസ്ഡ്. പിന്നെ അല്ലറ ചില്ലറ എന്താ പറയാ ഷോപ്പീസും കാര്യങ്ങളൊക്കെ കുറെ എണ്ണം നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനമുണ്ട്. പിന്നെ ആദിയുടെ ഫാമിലിയുടെ ഒരു പഴയ ഒരു ഫോട്ടോ ഉണ്ട്. ഇവരെല്ലാരും ഇപ്പൊ വലുതായി പടർന്ന് പന്തലിച്ചിട്ടുണ്ട്.
പിന്നെ എന്താ, വി ഹാവ് എ TV യൂണിറ്റ് ഹിയർ. ദെൻ വി ഹാവ് എ ബാൽക്കണി. പക്ഷെ ഇവിടുത്തെ ബാൽക്കണിയിൽ നമ്മൾ അങ്ങനെ പുറത്ത് പോയി ചില്ല് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ഈ ബാൽക്കണി ഉപയോഗിക്കുന്നത് ഡ്രസ് ആറിയിടാനാണ്. എനിക്കൊന്ന് ബാക്കിയുള്ള നാട്ടിൽ ഉണക്കാനിടുക, അതിന്റെ നാട്ടിൽ തോരയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓട്ടസ് തോരയിടുക. പക്ഷേ നമുക്കിത് ആറിയിടലാണ്. നമ്മുടെ ആറിയിടുന്ന മെയിൻ സ്പോട്ടാണിത്. പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു വോള്. മൈ ഹസ്ബൻഡ് ആൻഡ് ഹിസ് കസിൻ ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ടു ഡു ദിസ്. കാരണം ഇത് ഭയങ്കര പ്രിസിഷനിൽ ഒട്ടിക്കണമായിരുന്നു. അപ്പൊ അതിന്റെ ഗുഡ് ജോബ്. ഇവിടെ പണ്ട് അച്ഛനും ആദ്യമൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ചെടി വളർത്തുമായിരുന്നു, ഇൻഡോർ പ്ലാന്റ്സ്. പക്ഷെ ഞങ്ങളുടെ പൂച്ച വന്നതിന് ശേഷം അതിനൊരു തീരുമാനമായിട്ടുണ്ട്. കാരണം അവരിത് കടിക്കുകയും മാന്തുക പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ആകെ കൂടി നമ്മൾ പൂച്ചേനെ ദുബായിൽ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ ആകെ കൂടി മേടിച്ചു വെച്ചതാണ്. അതും ഇടയ്ക്ക് കൊക്ക ഇവിടെ വരുമ്പോൾ പൊട്ടിച്ചൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വി ഹാവ് ദിസ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ദിസ് വി ഗിഫ്റ്റഡ് അച്ഛൻ ഓൺ ഹിസ് ബർത്ത്ഡേ. ഇറ്റ്സ് വെരി ക്യൂട്ട്. ഇതിനകത്ത് അച്ഛൻ്റെ പഴയ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ. സോ യാ, ദിസ് ഇസ് ആർ ലിറ്റിൽ ഫാമിലി ഹിയർ. ഹിയർ അല്ല, നാട്ടിലുള്ളത്. പിന്നെന്താ, പിന്നെയും ഇവിടെയും അങ്ങനത്തെ കുറച്ച് ഞങ്ങളുടെ കലാപരിപാടികളുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഷാർജന്ന് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഏതോ ഒരു സംഭവത്തിൽ നോക്കിയാ വാങ്ങിയത്. സോ ഇതിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഒന്നും എൻ്റെ കയ്യില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉണ്ട്. ഐ തിങ്ക് ദീസ് ആർ ഓൾ ഫ്രം ആമസോൺ. പക്ഷെ ബാക്കിയുള്ള ലിങ്കും കാര്യങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ഇവിടെ നമുക്കൊരു കുട്ടി യൂണിറ്റ് ഉണ്ട്. ഇവിടെ ആദിയുടെ അതിന്റെ കാർ കളക്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വോളിൽ നിന്നായിരുന്നു. ഈ വോളിൽ നിന്നാണ് നമ്മൾ ദുബായിൽ 3 എന്താ പറയുക സ്റ്റോറേജ് യൂണിറ്റ് പോലെ ഇപ്പം മാറ്റിയത്. ഇപ്പൊ ഇവിടെ ബുദ്ധയും കുറെ ബുദ്ധന്മാര്, കുട്ടി ബുദ്ധ, വലിയ ബുദ്ധ, ബുദ്ധത്തല, പിന്നെ ഒരു മൂങ്ങ. ഇപ്പൊ ഇവരാണ് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ നമ്മൾ പറയാനുള്ള കാര്യം എന്താണ്, പിന്നെയാണ് ഈ മെയിൻ ഒരു സാധനം. പണ്ട് ഇത് ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല. ആദ്യക്ക് പണ്ട് മീൻ വളർത്തൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫിഷസ്. നല്ല ഭംഗിയിൽ ആദ്യം മറ്റേ എന്താണ് സെൽഫ് സസ്റ്റെയിനിങ് എക്വേറിയം ആ ഒരു പരിപാടിയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം ഇത് പോയിപ്പോയി ഒന്നുമില്ല. ഇപ്പം ഇതിനകത്തൊരു സക്കറുണ്ട്, 1-2 മീനുകളും ഉണ്ട്. അതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യയുടെ സെൽഫ് സസ്റ്റൈനബിൾ അക്വേറിയം. ഇതിനകത്ത് ആ സമയത്ത് ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു. ആദ്യക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ടൈമും എഫേർട്ടും ഒക്കെ ചെയ്ത് എന്താ പറയുക വളർത്തി വലുതാക്കിയതാണ്. പക്ഷേ നമ്മൾ നാട്ടിലൊക്കെ പോയി ഇതിനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ പോയി. പിന്നെ ഈ ഒരു കുട്ടി യൂണിറ്റിൽ വി ഹാവ് എ പൂജ യൂണിറ്റ്. എല്ലാത്തിലും യൂണിറ്റ് നമ്മുടെ ചെറിയൊരു പൂജ ഏരിയ ഉണ്ട്. നമ്മൾ വിളക്കെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു കുട്ടി സ്ഥലം. സോ ഇത്രയൊക്കെയാണ് നമ്മളൊരു വലിയ എന്താ പറയുക ലിവിങ് ഏരിയൻ്റെ ഒരു ചെറിയൊരു ടോർ. ഇനി ഹോളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 3 മറ്റേന്താണ് ഞാൻ പ്ലെയിനിലൊക്കെ പറഞ്ഞിങ്ങനെ 3 എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിൽ എക്സിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബെഡ്റൂമിലേക്കും 1 കിച്ചണിലേക്കും. ദിവസം 2 ബെഡ്റൂം ഫ്ലാറ്റ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഞങ്ങളുടെ പഴയ ബെഡ്റൂം, ഇപ്പൊ മിന്നു കയ്യേറിയ ബെഡ്റൂം കാണാം. സോ ദിസ് ഇസ് ദാറ്റ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ നേരത്തെ ഇത് പക്ക ഒരു മലയാളി ഫാമിലിയുടെ വീടാണെന്ന് കാണിക്കാനുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ടത്. മാതൃഭൂമി കലണ്ടർ. മനോരമ ആയിരുന്നു വേണ്ടത്, പക്ഷെ നമ്മളൊരു മനോരമ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാതൃഭൂമി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഇനീഷ്യൽ റൂം. ഇത് കയറി വരുമ്പോൾ തന്നെ വി ഹാവ് എ വാഷ്റൂം ഹിയർ. ഇവിടെ ഒരു വിശാലമായൊരു വാഷ്റൂം ഉണ്ട്. ഞാൻ വാഷ്റൂമിന്റെ ഉള്ളിലേക്കൊന്നും കയറി കാണിക്കുന്നില്ല. ബട്ട് ഇറ്റ് ഇസ് പ്രിറ്റി ബിഗ്. ഒരു 4 ആൾക്കൊക്കെ ഒരുമിച്ച് കുളിക്കണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കുളിക്കാം. അങ്ങനത്തെ വലിയ ബാത്റൂമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഒരു സ്റ്റോറേജ്, ഒരു കബേർഡ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിവിടെ കുറെ ഫേർണിച്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈറ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മളത് ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ എഴുതാനുണ്ടോ അതിനൊക്കെ ഇത് യൂസ് ആവും. പിന്നെ ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക ഒരു വിൻഡോ ഉണ്ട്. ഇതായിരുന്നു സാഷയുടെയും കൊക്കോയുടെയും റെസ്റ്റിംഗ് സ്പോട്ട്. ഇപ്പോഴും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാഷയുടെ മുട്ടിയിൽ ഇങ്ങനെ കൊത്തിരും. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്, ഒരു
ബെഡുണ്ട് കിടക്കാനോ. പിന്നെ ഈ സംഭവം നമ്മൾ ചെയ്തതാണ്. എനിക്കിതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇനീഷ്യലി ദുബായിൽ വന്നപ്പോൾ എനിക്ക് കൊളാബായിട്ട് കിട്ടിയതായിരുന്നു. നല്ല ക്വാളിറ്റി ഫ്രെയിംസ്, നല്ല വെരി ബ്യൂട്ടിഫുൾ ജോബ്. ഇപ്പോഴും സ്റ്റിൽ ദേ. ഇത് വെച്ച് ഒട്ടിച്ചുകൊണ്ട് പറിക്കുമ്പം വോള് ചെറുതായിട്ട് ഡിസ്റ്റർബ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും റിമൂവ്. പിന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മ ഇവിടെ വേണമല്ലോ, അതുകൊണ്ട് ഇതിപ്പോഴും ഇവിടെ ഉണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ഈ റൂമിൽ നമ്മളൊക്കെ ഒരു എക്സ്ട്രാ ഒരു കബേർഡ് ഉണ്ട്. കാരണം ഇതായിരുന്നു നമ്മളിവിടെ വന്നപ്പോൾ ആദിക്ക് കൊടുത്തൊരു കബേർഡ്. ഈ ഒരു യൂണിറ്റിൽ മാത്രമാണ് ആദ്യയുടെ ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുന്നത്. ഇവിടെ മൊത്തം ഹാങ്ങിങ് പരിപാടിയായിരുന്നു. അതിൽ നമ്മളെ രണ്ടാളുടെ ആദ്യക്കുള്ള ഒരു ഒറ്റ സ്പേസ് ആയിരുന്നു ഇത്. അപ്പുറത്ത് ഞാൻ കാണിച്ചില്ല ഒരു 3 കബേർഡ്സ്, അതെല്ലാം എൻ്റെത്. എന്നിട്ട് ഞാൻ കംപ്ലൈന്റ് ഉണ്ട്, എൻ്റെ ഒക്കെ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല എന്ന്. അപ്പയ്യ അങ്ങനെയൊക്കെയാണ് ഈ റൂമിന്റെ കഥകൾ. സോ നമുക്കിനി അടുത്തത് അച്ഛൻ്റെ റൂമിലേക്ക് പോകാം. സോ ദിസ് ഇസ് അച്ഛൻ്റെ റൂം. ആ റൂം പോലെ തന്നെ സെയിം സെറ്റപ്പാണ് ഇവിടെയും. ഇവിടെ അച്ഛൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ്, ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു വിചാരമില്ലെങ്കിലും അച്ഛൻ ചെയ്യും. അപ്പൊ അച്ഛൻ്റെ യോഗ മാറ്റ്, അച്ഛൻ്റെ ട്രെഡ്മില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആ പറയുന്ന പോലെ ഒരു വിൻഡോ ഉണ്ട്. ആൻഡ് വി ഹാവ് എൻ എക്സ്ട്രാ സ്റ്റോറേജ്. ഇവിടെയും ഒരു എന്താ പറയുക ഇൻബിൽഡ് ആയിട്ട് ഒരു വാൾ യൂണിറ്റ് ഉണ്ട്. പിന്നെ പിന്നെ അത്യാവശ്യം ഡ്രസ്സ് ഹാങ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. ഇത് അച്ഛൻ്റെ റൂം ആയതുകൊണ്ട് ഇറ്റ് സ്റ്റിൽ കെപ്റ്റ്. അങ്ങനെ വലിയ എന്താ പറയാ കലാപരിപാടികളൊന്നുമില്ല. സിമ്പിൾ എലഗന്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ എന്താ പറയാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ സേഫ് ആയിട്ട് വെക്കാൻ വേറെ എവിടെയും പോകണ്ട. വി ഹാവ് അവർ ഓൺ എന്താണ് ഇതിന് പറയുക ലോക്കർ സെറ്റപ്പ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കബേർഡ്സ്. പിന്നെ ഇവിടെയും നമുക്ക് ഒരു വാഷ്റൂം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും വി ഹാവ് എ സ്മോൾ വാഷ്റൂം. ഈ വാഷ്റൂമിനെ വെച്ച് നോക്കുമ്പോൾ മറ്റേ വാഷ്റൂമാണ് ആക്ച്വലി ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തത്. അപ്പൊ ഇതാണ് 2 എന്താ പറയാ റൂമിന്റെയും കഥ. ഇനിയുള്ള സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം കിച്ചൺ. കാരണം ഇവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കുക്കിംഗ് പഠിച്ചത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്താ പറയുക ഒരു ഫുൾ ഫ്ലെഡ്ജ് മീലൊക്കെ ഉണ്ടാക്കിയ സ്ഥലമൊക്കെ ഇതാണ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് ഇസ് ഫ്രിഡ്ജ്. ഇതൊന്നും ഇതിനകത്ത് കുറച്ചൊക്കെ ഞാൻ പോയതാണെങ്കിലും ഫുള്ള് ഞാൻ പോയതല്ല, എല്ലാം ആദ്യം പോയതാണ്. ഞാൻ പോയ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇല്ലേ ഭഗവാനെ, ഇതിനകത്ത് ഞാൻ പോയ 1-2 സ്ഥലങ്ങൾ വേണ്ടതായിരുന്നു. ലൈക്ക് ഒമാൻ ഉണ്ട്. ഒമാൻ ഞാനും ആദ്യം കൂടി പോയതാണ്. ജോർജിയ ഉണ്ട്, പക്ഷെ ജോർജിയയുടെ സാധനം ഇവിടെ എല്ലാം തോന്നുള്ളത്. ബാക്കിയെല്ലാം ആദ്യം പോയ സ്ഥലങ്ങളാണ്. സോ ഇതൊന്നും അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് കുറെ സാധനമൊക്കെ പൊട്ടണ സാധനം. അപ്പൊ നമ്മുടെ അവിടുത്തെ ഒരു പൂച്ചയിലെ കൊക്കോ അത് വന്നിട്ട് ഇങ്ങനെ തട്ടി താഴെയിട്ട് അപ്പൊ പൊട്ടും. അത് പേടിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ കൊണ്ടുപോകാറില്ല. ആൻഡ് നിങ്ങൾക്കറിയാലോ നമ്മുടെ മറ്റേ വീട് വെച്ച് നോക്കും വി ഹാവ് എ ക്ലോസ്ഡ് കിച്ചൺ. മറ്റേ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനും നമുക്ക് നിന്ന് തിരിയാനും ഒക്കെ സ്ഥലമുണ്ട്. 2 ആൾക്ക് 3 ആൾക്കെല്ലാം വന്നിട്ട് ഈസിലി കുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ്സ്, അങ്ങനത്തെ പരിപാടികൾ. ഇതിന്റെ നമ്മുടെ കിച്ചണിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമ്മുടെ വെള്ളം വെക്കുന്നത് എല്ലാം ഈ ഒരു സെക്ഷനിലാണ്. സോ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ കുക്കിംഗ് പഠിച്ചത്. എനിക്ക് അതിന്റെ അച്ഛനാണ് ഫസ്റ്റ് കുക്കിംഗ് പഠിപ്പിച്ചു തന്നത്. ഈവൻ ഞാൻ നാട്ടിലാകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം കുക്കർ. അപ്പൊ എനിക്ക് ഫസ്റ്റ് കുക്കർ തുറക്കാനും അടയ്ക്കാനും കുക്കറിൽ ഉണ്ടാക്കാനും ഒക്കെ പഠിപ്പിച്ചത് അച്ഛനാണ്. സോ ദിസ് ഹൗസ് ഇസ് വെരി സ്പെഷ്യൽ ടു മീ. കാരണം എന്റെ കുറെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നത് ഈ വീട്ടിൽ നിന്നാണ്. ലൈക്ക് എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഇവിടുന്ന്, മീൻസ് ജോലിക്ക് വേണ്ടി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് ഇവിടുന്നാണ്. ഞാൻ കുക്കിംഗ് പഠിച്ചത് ഇവിടുന്നാണ്. ഞാൻ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ഈ ഒരു ലൊക്കാലിറ്റിയിലും ഈ വീട്ടിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. സോ ദിസ് ഹൗസ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. അങ്ങനെയൊക്കെയാണ് ഈ വീടിന്റെ കഥകൾ. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹോം ടൂർ ഇൻ ഷാർജ. ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും നമ്മൾ അവിടെ ദുബായിൽ താമസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഫാമിലിയൊക്കെ ഇവിടെ ആയതുകൊണ്ടും നമ്മൾ കുറേ കാലം ഇവിടെ നിന്നുകൊണ്ടും നമുക്ക് എപ്പോഴും ദിസ് ഹോം ഇസ് ലൈക്ക് ആ കംഫർട്ട് സ്പേസ്. നമ്മൾ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമാണ് നമുക്ക് തിരിച്ച്
ഇവിടെ വരുമ്പം കിട്ടുന്നത്. സോ വി ഓൾവേസ് യുനോ മേക്ക് ഷുവർ വി കം ഹിയർ അറ്റ്ലീസ്റ്റ് ഓൺ വീക്കെൻഡ്സ് ഓർ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ വി കം ഹിയർ, ചിൽ വിത്ത് ഫാമിലി ആൻഡ് യുനോ ജസ്റ്റ് സ്പെൻഡ് സം ടൈം ഹിയർ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ദുബായിലുള്ളത് ഞാനും ആദ്യം നമ്മുടെ ഒരു എന്താ പറയുക ലൈഫ് തുടങ്ങിയൊരു വീടാണെങ്കിൽ ദിസ് ഇസ് വെയർ ആർ ഫാമിലി ഈസ്, ദിസ് ഇസ് വെയർ ആർ ഹാർട്ട് വിൽ ഓൾവേസ് കം ബാക്ക് ടു. അപ്പം അത്രയ്ക്കാണ് ഈ വീടിൻ്റെ കഥ. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. If you do like this video, you know what to do, you know the drill. Till we meet with another video, toodles.